ജർമ്മനിയിൽ വെച്ച് നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്തു. അവർ നമ്മളോട് താങ്ക് യു അല്ലെങ്കിൽ ഫീലൻ ഡാങ്ക് അല്ലെങ്കിൽ ഡാങ്കെ സെയ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് പറയാം തിരിച്ച് ബിറ്റെ ഷേൺ അല്ലെങ്കിൽ ഗാന് ഗാൻ അല്ലെ, അല്ലെങ്കിൽ ബിറ്റെ സെയ. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ച് വെൽക്കം പറയാം. വേറെ എന്തൊക്കെ നമുക്ക് പറയാം ഇവരോട്? ഒന്ന് keine Ursache, അതായത് നോ റീസൺ ടു മെൻഷൻ എന്ന് പറയാം. പിന്നെയോ nicht zu danken, അതായത് no need to thank എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. പിന്നെയോ past schon അല്ലെങ്കിൽ schon gut എന്ന് പറയാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ്സ് ഓക്കെ എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വേറെ നിങ്ങൾ കേൾക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് gern geschehen എന്ന് ചിലപ്പോൾ കേൾക്കാം. gern geschehen എന്ന് പറഞ്ഞാൽ ഹാപ്പി ടു ഹാവ് ഹാപ്പൻഡ്. geschehen എന്ന് പറഞ്ഞാൽ ഒക്കർ ചെയ്യുക അല്ലെങ്കിൽ അത് ഹാപ്പൻ ചെയ്തു. അപ്പം ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയതിൽ ഹാപ്പി ടു ഹാവ് ഹെൽപ്ഡ് എന്നുള്ളതാണ് gern geschehen. പിന്നെ ഒരു യൂസേജ് mit vergnügen എന്ന് കേൾക്കാറുണ്ട്. mit vergnügen എന്ന് പറഞ്ഞാൽ വിത്ത് പ്ലഷർ, അതായത് ഹാപ്പി എന്നുള്ളത് വിത്ത് പ്ലഷർ ഞാൻ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പിന്നെ വേറൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ എന്തായാലും നമ്മൾ കടയിൽ സാധനം മേടിക്കാൻ പോവാണ്. അപ്പൊ വേറൊരാൾ നമ്മളോട് പറഞ്ഞു ഓക്കെ എനിക്ക് കൂടി ഒരു പാക്കറ്റ് പാല് മേടിച്ചുകൊണ്ട് വരുമോ എന്ന് പറയാണ്. എന്നിട്ട് നമ്മൾ തിരിച്ചു കൊണ്ടുപോയി പാല് കൊണ്ടുപോയി കൊടുക്കുമ്പോഴേക്കും അവര് താങ്ക് യു പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഡാഫ്യോ നീഷ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇതിന്റെ ആവശ്യമില്ല, കാരണം എന്തായാലും നമ്മൾ കടയിൽ പോയി പാല് മേടിക്കാൻ പോവാണ്, അതിന്റെ ഇടയിൽ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്തേ ഉള്ളൂ. അപ്പം ഡാഫ്യോ നീഷ്ട് അതിന് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. പിന്നെ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരാളെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ നമ്മൾ എന്തായാലും ഹെൽപ്പ് ചെയ്യും നമുക്ക് വേണ്ടിയിട്ടാണെങ്കിൽ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ das ist doch selbstverständlich എന്ന് നമുക്ക് പറയാം. അതായത് എന്തായാലും, അതായത് എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഹെൽപ്പ് ചെയ്തത്, അത് ലൈക്ക് നോർമലി ഞാൻ ഹെൽപ്പ് ചെയ്തതാണ് എന്ന് പറയാനായിട്ട് das ist doch selbstverständlich, എന്തായാലും ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ടതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും പറയാം. പിന്നെ വേറെ രീതിയിൽ നമുക്ക് പറയാം habe ich doch gern gemacht എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഞാൻ gern ആയിട്ട് തന്നെ, അതായത് ഞാൻ ഇഷ്ടത്തോടെയാണ് അത് ചെയ്തത്, habe ich doch gern gemacht എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ വേണമെങ്കിലോ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ നോ പ്രോബ്ലം നോ വറീസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയില്ലേ, അത് വേണമെങ്കിൽ നമുക്ക് പറയാം kein Problem എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ടൈം ഒരാളെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ട് അവര് ഫീലൻ ഡാങ്ക് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് തിരിച്ചു പറയാനായിട്ട് ഈ പലതും നിങ്ങൾക്ക് യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് കൂടാതെ വേറെ എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമന്റിൽ ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.